ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ CUET NCET എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏതാനും ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ സെഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ തന്നെ എടുക്കുമ്പോൾ ഫിസിക്സിലെ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് വരുന്നുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ ലെവലിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത്, നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓരോ കോൺസെപ്റ്റുകൾ നമ്മൾ എന്തുണ്ട് അതിൻ്റെ കൂടെ പഠിച്ച് പോരുന്നുണ്ട്, അങ്ങനെ തന്നെ കൂടെ പോരുക കേട്ടോ. സോ ഈ ഒരു PYQ അനാലിസിസിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് are placed generally inside a metal box. This is for first reason and better durability of circuit, second reason magnetic shielding, third reason electrostatic shielding, and the last fourth reason humidity and temperature shielding. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ NCET എക്സാമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണത്. ഫസ്റ്റ് ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ഹോളോ കണ്ടക്ടർ എടുക്കുന്നു. ഈ ഹോളോ കണ്ടക്ടറിൻ്റെ പ്രത്യേകത, അതിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താലും ആ ചാർജ് ആ കണ്ടക്ടറിൻ്റെ സർഫസിലാണ് റിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സർഫസിൽ ഉണ്ടാവുള്ളൂ. ഉള്ളിലൊരിക്കലും എന്തുണ്ടാവില്ല, ചാർജ് ഉണ്ടാവില്ല. ചാർജസ് ഫുൾ എന്ത് ചെയ്യും, കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമായിട്ടാണ് ചാർജുകൾ പ്ലേസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ റിസൈഡ് ചെയ്യപ്പെടുക. ഓക്കെ, സോ നമ്മൾ എത്ര ചാർജ് കൊടുത്താലും ഒരു ഹോളോ കണ്ടക്ടറോ സോളിഡ് കണ്ടക്ടറോ ഏത് കണ്ടക്ടർ ആണെങ്കിലും അതിൻ്റെ സർഫസിൽ ചാർജ് ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു മെറ്റൽ ബോക്സ്, ഇപ്പോൾ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, അതൊരു മെറ്റൽ ബോക്സും എന്തിൻ്റെയാണ്, മെറ്റലൊക്കെ ഒരു കണ്ടക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു കണ്ടക്ടറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ ബോക്സിൻ്റെ പ്രത്യേകത, സർഫസിലാണ് ഫുൾ ചാർജ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഇൻസൈഡ് ഭാഗത്ത് ചാർജ് 0 ആണ്. ഇൻസൈഡിൽ ചാർജ് ഉണ്ടാവില്ല. അതാണ് കണ്ടക്ടറിൻ്റെ ഫസ്റ്റ് പെക്യുലാരിറ്റി. സെക്കൻഡ് പെക്യുലാരിറ്റി, ഇതിൻ്റെ ഉള്ളിൽ എന്തും ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവില്ല. സോ നമ്മൾ കാറിൻ്റെ ഒരു എക്സാമ്പിൾ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടാവും. കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ്നിങ് ഏൽക്കാൻ സാധ്യതയില്ല, കാരണം കാർ കണ്ടക്ടറാണ്. അപ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചാർജ് ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ഷോക്ക് അടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു സെയിം സാധനം, ഈ ഒരു പെക്യുലാരിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ എന്താണ് സംഭവിക്കുന്നുണ്ടാവുക. നമ്മുടെ ഒരു മെറ്റൽ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ ആ മെറ്റൽ ബോക്സ് ഇവിടെ ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇതുവഴി നമുക്ക് ആ ഇലക്ട്രോണിക് സർക്യൂട്ടിനെ സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ ഇവിടെ സാധിക്കുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനോട് പോയേക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് electric field at 5 micrometer distance from electric dipole on an equational point അല്ല, ഇക്വട്ടോറിയൽ പോയിൻ്റ് ആണ് കേട്ടോ. ഓൺ എ ഇക്വട്ടോറിയൽ പോയിൻ്റ്. സോ ഞാൻ ഇവിടെ ചെറിയൊരു കറക്ഷൻ കൊണ്ടുവരികയാണ്. ഓൺ എ ഇക്വട്ടോറിയൽ പോയിൻ്റ്. ഓക്കെ, ഓൺ എ ഇക്വട്ടോറിയൽ പോയിൻ്റ് is 5.76 into 10⁻⁷ Newton per coulomb. If each charge forming dipole has magnitude of 4 nanocoulomb, then the length of the dipole is, അത് നാനോമീറ്ററിലാണ് ലെങ്ത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ലെങ്ത് ഓഫ് ഡൈപോൾ നാനോമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം, ഇത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ബേസിൽ ചോദ്യമാണ് വന്നിട്ടുള്ളത്. സോ ഒരു പോസിറ്റീവ് ചാർജും ഓക്കെ അതേ മാഗ്നിറ്റ്യൂഡുള്ള ഒരു നെഗറ്റീവ് ചാർജും ഇങ്ങനെ ചെറിയ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ആ ഡിസ്റ്റൻസ് നമ്മൾ പൊതുവേ പഠിച്ചിട്ടുണ്ടാവും, ഒന്നുകിൽ 2L ആയിട്ട് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് 2A ആയിട്ട് പഠിച്ചിട്ടുണ്ടാവാം. അതായത് മിഡ് പോയിന്റിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഡിസ്റ്റൻസ് A ആവണം, ആ ഭാഗത്തേക്ക് ഡിസ്റ്റൻസ് A ആവണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 2A. ഈ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഈ അറേഞ്ച്മെൻറ്റ് കാരണം അവിടെ ഉണ്ടാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ നോക്കുക സാറന്മാരെ, ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ആ 2 ചാർജിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 2 ചാർജിൻ്റെ ഇടയിലുണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്, 2A എന്നുള്ളത്.
2a. സോ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ചോദിച്ച ചോദ്യം, ഒരു ഡൈപോളിൻ്റെ ഇക്വട്ടോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. സോ ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം, അത് ആക്സിൽ പോയിന്റ് ഉണ്ട്, ഇക്വട്ടോറിയൽ പോയിന്റ് ഉണ്ട്. ഇക്വട്ടോറിയൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ചാർജിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആക്സിൽ ലൈന്. ഇക്വട്ടോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ചാർജിൻ്റെ മിഡ് പോയിന്റ് കൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതാണിത് ഇക്വട്ടോറിയൽ പോയിന്റ്. സോ ഇക്വട്ടോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടുത്തെ ചോദ്യം. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു അല്ലെങ്കിൽ 1/4 എപ്സിലോൺ 0, അതിന് നമ്മൾ നോർമലി കെ ആയിട്ട് കൊടുത്തു, കെ ഇൻറ്റു ഡൈപോൾ മൊമെൻറ്റ് പി ബൈ ഡിസ്റ്റൻസ് ആർ ക്യൂബ്. ഇതാണ് ഇക്വട്ടോറിയൽ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ കൂടുതൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ആക്സിൽ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വട്ടോറിയൽ പോയിന്റിൽ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് 2 ഇൻറ്റു KP/R³ ആയിരിക്കും. നമ്മൾ ഇതിലോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വട്ടോറിയൽ പോയിന്റിൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇക്വട്ടോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 5.76 × 10⁻⁷. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/4 എപ്സിലോൺ 0 ആണ്. അതിൻ്റെ വാല്യൂ നമുക്കറിയാം 9 × 10⁻⁹ ഇൻറ്റു പി എന്ന് പറഞ്ഞ ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ് ആണ്. ഇവിടെ ചാർജ് ക്യൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് തന്നിട്ടുണ്ട് 4 നാനോ കൂളംബ് ആണ്. സോ 4 × 10⁻⁹ ആണ്. നാനോ കൂളമ്പിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ -9 ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് നാനോമീറ്ററിലാണ്, ഒന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. സോ 4 × 10⁻⁹ കൂളമ്പ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ത് 2 × a. ഇതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിന് 2 നമുക്ക് എടുക്കാൻ പാടില്ല. 2 × a എന്ന് പറയുമ്പോഴാണ് ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് വരിക കേട്ടോ. സോ 2 × a അവിടെ വെച്ചു. ഓൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R³. എടാ, ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5 മൈക്രോമീറ്റർ ഡിസ്റ്റൻസാണ്. സോ 5 മൈക്രോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10⁻³ ആണ്. സോ മൈക്രോനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻6 ആണ്. സോ 5 × 10⁻⁻6 ക്യൂബിക് മീറ്റർ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2a = ആൻസർ കണ്ടാൽ നമ്മുടെ ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ നോക്കുക, മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാൻ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻ നമുക്ക് സൈഡിലോട്ട് കൊണ്ടുപോകാം, ശ്രദ്ധിക്കട്ടോ. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് 2a കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ടേംസിനെയും എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടണം, 2a = എന്നൊരു സാധനം കിട്ടണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2a, ഡിസ്റ്റൻസ് 2a = ഓൾറെഡി അവിടെ 5.76 × 10⁻⁷ ഓൾറെഡി അവിടെ ഉണ്ട്. 5.76 × 10⁻⁷. ഓക്കെ, ഒന്നും കൂടെ വരക്കാം. നമുക്ക് ഈ ഡൈപോൾ ഇക്വേഷൻ ഇവിടെ അങ്ങോട്ട് മാറ്റാം, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഡൈപോൾ ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. P = ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഓക്കെ, തുടങ്ങാം നമുക്ക്. സോ ഇവിടെ നമുക്ക് 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുണ്ട്. 2a = ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ 5.76 × 10⁻⁷ ഓൾറെഡി അവിടെ ഉണ്ട്. ഇൻറ്റു ഇപ്പുറത്തിലെ ഡിനോമിനേറ്റർ അപ്പുറത്തോട്ട് വരും. സോ ഇൻറ്റു 5³ ആണ്. 5 × 10⁻⁻6 ക്യൂബാണ്. അപ്പോൾ ആദ്യം 5 ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് 125 കിട്ടും. ഇൻറ്റു 10⁻⁻6 ക്യൂബ് എടുക്കുമ്പോൾ -18 കിട്ടും. അപ്പോൾ ഈ 10ൻ്റെ പവറൊക്കെ ക്യൂബ് എടുക്കുന്ന കാര്യങ്ങൾ അറിയുണ്ടാവും. 10⁻⁻6 മൊത്തത്തിൽ ക്യൂബ് എടുക്കുന്ന സമയത്ത് 3 × -6 ചെയ്താൽ മതി. അപ്പോൾ 10⁻18 ആണ് അതിൻ്റെ ആൻസർ കിട്ടുക. പിന്നെ 5ൻ്റെ ക്യൂബ് എടുത്ത് നമുക്കറിയാമല്ലോ 125 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ, പിന്നെ ബാക്കി വരുന്ന ഈ ടേംസും കൂടെ അവിടെ താഴെ ഡിനോമിനേറ്ററിലോട്ട് മാറിയിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ ഇൻറ്റു 4 × 10⁻⁻9. സോ ഇത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ആൻസറായി. അപ്പോൾ ഇതാ ഇലക്ട്രിക് ഫീൽഡ് ഇക്വട്ടോറിയൽ പോയിന്റിൽ കാണാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു പ്രോബ്ലം. സോ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും 10⁻⁹ -9 ക്യാൻസലാക്കാൻ പറ്റും.
ദെൻ 5.76 ഇൻറ്റു 125. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 5.76 ഇൻറ്റു 125 ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 720 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. 720 എന്നൊരു ആൻസർ കിട്ടും. ഇൻറ്റു ഇവിടെ 10⁻⁷ ഉണ്ട്, ഇവിടെ -18 ഉണ്ട്. രണ്ട് ടെന്നുകൾ ഇങ്ങനെ വന്നാൽ ആൻസറിൽ 10 എന്ന് ഇട്ട് വെക്കുക. എന്നിട്ട് 7 - 18 അത് ആൽജിബ്രിക്കിൽ ചെയ്ത് വെക്കുക. 7 - 18 ചെയ്താൽ -11 ഉണ്ടാവും. ഡിവൈഡഡ് ബൈ ഇവിടെ 4 × 9 36 ഉണ്ടാവും. സോ ഇത് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? 2 × 10⁻⁻10 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 നാനോമീറ്റർ ആണ്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക കേട്ടോ. ഓപ്ഷൻ 2 ആണ്. അപ്പോൾ നല്ല അടിപൊളി ചോദ്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്ക്. അത് ആക്സിൽ പോയിന്റ് അറിഞ്ഞിരിക്കണം, ഇക്വറ്റോറിയൽ പോയിന്റ് അറിഞ്ഞിരിക്കണം, അതിൽ ഡൈപോൾ മൊമെൻറ്റ് കാണാൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ എടുക്കുന്നത് ആ ചാർജിൻ്റെ ഇടയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് 2a ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, ചില കേസിൽ ഹാഫ് ഡിസ്റ്റൻസ് ഒക്കെ എടുക്കാൻ പറയുമ്പോൾ a മാത്രം കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയേക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, 2 large plane parallel sheets, രണ്ട് പാരലൽ ഷീറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഹാവ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റീസ്. അപ്പോൾ ഈ പാരലൽ ഷീറ്റിൻ്റെ പ്രത്യേകത രണ്ടിനും ഉള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ചാർജ് ബൈ ഏരിയ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഈ സർഫസ് ചാർജ് ഡെൻസിറ്റി രണ്ട് പ്ലേറ്റിന് സെയിം ആണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ആണ് സെയിം. ഒന്ന് പ്ലസ് ആണ്, മറ്റേത് മൈനസ് ആണ്. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ബേസിക്കലി ഒന്ന് പോസിറ്റീവ് പ്ലേറ്റ് ആണ്, ഒന്ന് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. എ പോയിന്റ് ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് പോയിന്റ്സ് P1, P2, P3. ഒരു പോയിന്റ് ചാർജ് P1 വെച്ചിട്ടുണ്ട്, P2 വെക്കുന്നുണ്ട്, P3 വെക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ മൊത്തം 3 കേസുകൾ ഇവിടെയുണ്ട്. ഓക്കെ, P1, P2, P3 experiences a forces F1, F2 and F3 respectively. Then എങ്കിൽ മറ്റെന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചു. ഓപ്ഷൻസിൽ പറയുന്നുണ്ട് F1 = 0 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണോ, F2 = 0 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണോ, അതേപോലെ F3 = 0 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് P1 പോയിന്റ് വെക്കുമ്പോൾ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതാണ് F1. P2 വെക്കുമ്പോൾ ആ ചാർജ് Qനും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം, അതാണ് F2. അങ്ങനെയാണ് ആ സംഭവം പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ആദ്യം നമ്മൾ P1 പോയിന്റ് എടുക്കുക. P1 പോയിന്റ് എടുക്കുമ്പോൾ ഈ പോസിറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്യും, അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ബേസിക്കലി ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡാണ്. ചാർജ് ഇവിടെ മാറുന്നില്ല, എല്ലാ പോയിന്റിലും ഒരേ ചാർജാണ്. ഇലക്ട്രിക് ഫീൽഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഫോഴ്സ് മാറുമില്ല എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ പോസിറ്റീവ്, ഇപ്പോൾ പോയിന്റ് 1 എടുക്കുന്ന സമയത്ത് ഈ പോസിറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാർജിനെ റിപ്പൽഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെവി ആയിട്ടൊരു ഫോഴ്സ് ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സെയിം ടൈം നെഗറ്റീവ് പ്ലേറ്റ് എന്താ ചെയ്യുന്നുണ്ടാവുക, ആ ചാർജിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം Q എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ് നമ്മൾ പ്ലേസ് ചെയ്ത്, നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റിൽ പ്രത്യേകം പറയും. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. സോ ഈ പോയിന്റ് P1 Qന് എന്ത് ചെയ്യും, ആ നെഗറ്റീവ് പ്ലേറ്റ് ഇപ്പുറത്തോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് ഫോഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അവിടെ എന്താവും, ക്യാൻസൽ ചെയ്യും. ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. സോ F1 ഉണ്ടാവുന്ന ഫോഴ്സ് ബേസിക്കലി 0 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, സാറേ നെഗറ്റീവ് പ്ലേറ്റ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് സെയിം അല്ലല്ലോ, പോസിറ്റീവ് പ്ലേറ്റ് അല്ലേ കുറച്ച് അടുത്തുണ്ടാവുക, അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഫോഴ്സ് കൂടണ്ടെന്ന് ചോദ്യം വരാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് രണ്ടാളുണ്ടാക്കുന്നത് സെയിമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു പ്ലെയിൻ ഷീറ്റുകൾ, ഒരു പാരലൽ പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യില്ല. ഇലക്ട്രിക് ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ടാവും, σ/2 ε0 പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് ഡിസ്റ്റൻസ് എന്ത് ചെയ്യില്ല, ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ പോയിന്റ് 2 കൊണ്ടുപോയിട്ട് നമ്മൾ ചാർജിനെ പ്ലേസ് ചെയ്തു. അപ്പോഴും പോസിറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്യും, ആ ചാർജിന് റിപ്പൽഷൻ കൊടുക്കും. പക്ഷേ നെഗറ്റീവ് പ്ലേറ്റ് അതിനെന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ ആയില്ലേ, ഒന്ന് റിപ്പൽഷൻ, മറ്റേത് അങ്ങോട്ടന്നെ അട്രാക്ഷൻ. അപ്പോൾ രണ്ട് സെയിം ഡയറക്ഷനായി. സോ ഈ കേസിൽ സെക്കൻഡ് പോയിന്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. ഒരിക്കലും 0 ആകാൻ പറ്റില്ല.
ദെൻ ദ ലാസ്റ്റ് കേസ് പോയിന്റ് 3. പോയിന്റ് 3 കേസ് എടുക്കുമ്പോൾ മനസ്സിലാക്കുക, പോസിറ്റീവ് പ്ലേറ്റ് അവിടെയുള്ള ചാർജിനെ തെറിപ്പിക്കും, റിപ്പൽഷൻ. പക്ഷേ നെഗറ്റീവ് പ്ലേറ്റ് ആ ചാർജിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക, അട്രാക്ഷൻ. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നു, സെയിം ഫോഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഇവിടെ ഫോഴ്സ് 3 = 0. സോ ഈ കണ്ടീഷൻ മാച്ച് ആവുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. F1 = 0, F2 = 0 അല്ല, അത് തെറ്റാണ്. ഓക്കെ, F1 = 0, F2 not = 0, F3 = 0. യെസ്, സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. ഇവിടെ F1 not = 0, അത് തെറ്റാണ്. F3 ഇവിടെ F3 രണ്ടാമത് കൊണ്ടിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, not = 0 ആണ്, ഒക്കെ തെറ്റാണ് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. മുന്നോട്ട് പോവാം. 2 charged metallic spheres with the radii R1 and R2 are brought in contact and then separated. The ratio of final charges Q1 and Q2 on the 2 spheres respectively. അതായത് രണ്ട് മെറ്റാലിക് സ്ഫിയർ ഷേപ്പിലുള്ള ചാർജസ്. അപ്പോൾ ഞാൻ ഇവിടെ റഫായിട്ട് വരക്കാം. എൻ്റെ ആദ്യത്തെ സ്ഫിയർ ഇവിടെ, രണ്ടാമത്തെ സ്ഫിയർ ഇവിടെ, ഇവർ തമ്മിലൊരു കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ രണ്ട് മെറ്റാലിക് ചാർജ്ഡ് സ്ഫിയേഴ്സിനെ കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് ചെയ്താലും, ഒന്ന് കോണ്ടാക്റ്റ് കൊണ്ടുവന്നില്ലേ എന്നിട്ടാണല്ലോ സെപ്പറേറ്റ് ചെയ്ത്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്താലും ഈ രണ്ട് ചാർജ്ഡ് സ്ഫിയേഴ്സ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ടാവും, V1 അതേപോലെ V2. സോ ഇവിടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ V1 = V2, രണ്ടാളുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. സോ ഇത് പൊട്ടൻഷ്യലിൻ്റെ ചോദ്യമാണ്. പൊട്ടൻഷ്യൽ സെക്കൻഡ് ചാപ്റ്ററാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. സോ പൊട്ടൻഷ്യൽ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 1/4πε0, അതിന് K എന്ന് പേര് കൊടുത്തു. പിന്നെ ചാർജ് Q ഉണ്ടാവും ബൈ അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R. ഇതാണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ വരിക. ഇവിടെ ഫസ്റ്റ് സ്ഫെറിക്കൽ ചാർജ് Q1 ആണ്, റേഡിയസ് R1 ആണ്. രണ്ടാമത്തെ സ്ഫെറിക്കൽ ചാർജ് Q2 ആണ്, അതിൻ്റെ റേഡിയസ് R2 ആണ്. സോ V1 ഇക്വേഷൻ ഇങ്ങനെ വരും, K Q1 by R1 = K Q2 by R2. സോ രണ്ട് സൈഡിലും സെയിം ടേം കോൺസ്റ്റൻറ്റ് വെച്ചേക്കരുത്, വെട്ടിക്കളയുക. ബാക്കി ആരുണ്ടാവും? ബാക്കി ഉണ്ടാവുന്നത് Q1 by R1 = Q2 by R2 ആണ്. ആ Q2ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, R1ന് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. മേലുള്ള താഴേക്ക് വരും, താഴെ മേലോട്ട് മാറും. സോ Q1 മേലെ തന്നെ ഉണ്ട്, Q2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ by Q2 എന്നാകും, ഈക്വൽ ബൈ R1 അപ്പുറത്തോട്ട് പോകുമ്പോൾ മേലെ R1 ആകും, താഴെ R2 ആകും. സോ Q1 by Q2 = R1 by R2. സോ ഇതിലേതാണ് ഓപ്ഷൻ വരിക? Q1 by Q2 = R1 by R2. സോ ഓപ്ഷൻ 4 is the right answer. സോ ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കോൺസെപ്റ്റ് ഇതാണ്. രണ്ട് മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ ഒന്നിങ്ങനെ യോജിപ്പിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താലും ആ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. കാരണം കുറച്ച് ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ നടന്നിട്ടുണ്ടാവും ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഉണ്ടാകുന്ന ചാർജ് ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചാർജസ് ഒക്കെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇത് സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗോസസ് ലോ. ഓക്കെ, ഗോസസ് ലോ, ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് പോയിന്റ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കറക്റ്റ് സെൻറ്റൻസ് ഇതിലേതാണെന്ന് മനസ്സിലാക്കണം. ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ഓപ്പൺ സർഫസ്. അപ്പോൾ ഇത് ബേസിക്കലി ഗോസസ് ലോയുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഗോസസ് ലോയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ വരിക നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക. അതായത് ഗോസസ് A.ds ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സ്ഫിയർ ബൈ ദി സർഫസ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഗോഷ്യൻസ് ലോ. ഈ ഗോസസ് ലോയുടെ പ്രത്യേകത, ഇതെപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗോസസ് ലോ ഈസ് ട്രൂ ഫോർ എനി ഓപ്പൺ സർഫസ്. എന്താണ്? തെറ്റാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗോസസ് ലോ ഇൻക്ലൂഡ്സ് സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദി സർഫേസ് for the calculation of electric flux through the surface. Okay, a Gauss's law includes, ഗോസസ് ലോയിൽ എല്ലാ ആ ഒരു നമ്മളെടുക്കുന്ന ആ ഒരു സർഫസിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചാർജസിന് സമ്മ് എടുക്കുന്നു. സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ്. ശരിയാണ്, നമ്മൾ ചാർജസ് ഇൻസൈഡ് അല്ലെങ്കിൽ എൻക്ലോസ്ഡ് ഒരു സർഫസ്, ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചാർജസും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ശരിയാണ്.
ദെൻ ഗോസസ് ലോ ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അല്ല, ഗോസസ് ലോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ദ ലാസ്റ്റ് വൺ, ഗോസസ് ലോ ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി കൂളംസ് ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോട്ട് ബേസ്ഡ് അല്ല. ഗോസസ് ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂളംസ് ലോയുടെ ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി വെച്ച് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഗോസസ് ലോ എന്തിൻ്റെ ബേസിൽ വന്ന ലോ ആണ്, ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി കൂളംസ് ലോ. ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ലോ ആണിത് ഗോസസ് ലോ. സോ ഇത് ആ ഗോസസ് ലോയുടെ പ്രോപ്പർട്ടീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ഗോസസ് ലോ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ആരുള്ളത്, ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 1-2 ചോദ്യം കൂടി നമുക്കവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ദ ടോട്ടൽ ചാർജ് ഇൻ എനി ഐസ്, ഇത് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെയാണ് നോക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റാണ്, കുറച്ച് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ടോട്ടൽ ചാർജ് ഇൻ എനി ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും സെയിം ആണ്, അത് ശരിയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള സിസ്റ്റത്തിന് ഉള്ളിൽ ടോട്ടൽ എത്ര ചാർജ് ഉണ്ട് അതൊരിക്കലും മാറില്ല. ഉള്ളിൽ ചാർജ് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആവാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, വെൻ സം ചാർജ് ഇസ് ട്രാൻസ്ഫർഡ് ടു കണ്ടക്ടർ, കുറച്ച് ചാർജ് കണ്ടക്ടറേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, കണ്ടക്ടറേക്ക് ചാർജ് കൊടുക്കുമ്പോൾ, ഇറ്റ് സ്റ്റേസ് അറ്റ് ദ സെയിം പ്ലേസ് വിത്തൗട്ട് ഗെറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ട് ഓവർ ദി എൻറ്റയർ സർഫസ്. അതായത് ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ ആ കൊടുത്ത പോയിന്റിൽ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകുന്നില്ല കണ്ടക്ടറിൻ്റെ കേസിൽ. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അത് തെറ്റാണ്. ഒരു കണ്ടക്ടറാണോ നമ്മളതിലേക്ക് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ. ഇത് വെച്ചിട്ട് ചിലപ്പോൾ ആൻസർ കിട്ടുമ്പോൾ നോക്കാം. കാരണം എ ശരിയാണ്, ബി തെറ്റാണ്, അങ്ങനത്തെ ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ബി തെറ്റാണ്, അപ്പോൾ ഓപ്ഷൻ 1 ഒരിക്കലും വരാൻ പാടില്ല, ഓപ്ഷൻ 2 ഒരിക്കലും വരാൻ പാടില്ല. എ ശരിയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് സിയും ഡിയും ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കേണ്ടത്. 1 കൂളംബ് ഓഫ് നെഗറ്റീവ് ചാർജ് ഈസ് ദി ടോട്ടൽ ചാർജ് ഓഫ് 6.25 × 10⁻18 ഇലക്ട്രോൺസ്. ഇത് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്ക് ശരിയാണെന്ന് നമുക്ക് അവിടെ പോസ് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്തൊന്ന് വായിച്ചു നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ സ്കേലാർ ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ, ഫോഴ്സ് ബൈ ചാർജാണ്. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താവണം, വെക്ടർ ക്വാണ്ടിറ്റി ആവണം. സോ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി വീണ്ടും നമ്മൾ ഓപ്ഷൻ ഡി വരുന്ന ഓപ്ഷൻസൊക്കെ തെറ്റാക്കിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആര് കിട്ടും, ഓപ്ഷൻ 4 ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ സി ഒക്കെ എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ദെൻ ലാസ്റ്റ് വൺ, പെർമനൻറ്റ് ഡൈപോൾ മീൻ ദ ഡൈപോൾ മൊമെൻറ്റ് എക്സിസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് എക്സ്റ്റേണൽ. ഓക്കെ, പെർമനൻറ്റ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവിടെ നിന്നുണ്ടാവും ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. അതാണ് പെർമനൻറ്റ് ഡൈപോളിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ബേസിക്കലി ഒരു ചോദ്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഫസ്റ്റ് ചാപ്റ്ററാണ്. നമ്മൾ ഒരൊറ്റ ഏരിയ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കണ്ടൻറ്റ്, അതിൻ്റെ കോൺസെപ്റ്റുകൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഇക്വേഷൻസ് അതെല്ലാം ക്ലിയർ ആണോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.